ദൈവനാമത്തിൻ്റെ മഹത്വം. വീണ്ടും എനിക്ക് ഏകദേശം 2 ആഴ്ചകൾക്ക് ശേഷമാണ് നമ്മൾ ബൈബിൾ സ്റ്റഡി 2-3 ആഴ്ചയായെന്ന് തോന്നുന്നു ബൈബിൾ സ്റ്റഡിക്ക് വേണ്ടി കടന്നു വരുവാൻ കർത്താവ് അനുവദിച്ചത്. പല സാഹചര്യങ്ങളിൽ പല മീറ്റിങ്സിലൊക്കെയും നമ്മളായിരുന്നു. അതിലൊക്കെയും കർത്താവ് കൂടെയിരുന്നു. ഇന്ന് വീണ്ടും നമ്മുടെ ബൈബിൾ സ്റ്റഡിക്കായിട്ട് കൂടി വരുവാൻ കർത്താവ് ഒരുക്കിയ അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. സെക്കറിയാവിൻ്റെ പ്രവചനമാണ് നാം ഒന്നിച്ച് ചേർന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് യാതൊരു വ്യത്യാസവുമില്ല. കുറച്ച് നേരം അല്ലെങ്കിൽ ഒരാഴ്ച മുമ്പ് ഞാനത് പഠിക്കും, നോക്കും, അത് കഴിഞ്ഞ് നമ്മൾ ഒന്നിച്ച് പഠിക്കും. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. 7 അധ്യായങ്ങൾ നാം പൂർത്തീകരിക്കുന്നു. 7 ചാപ്റ്റേഴ്സ് ഓഫ് സെക്കറിയ പ്രവചനത്തിൻ്റെ 7 അധ്യായങ്ങൾ നാം പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഇതിന് മുഴുവനായിട്ട് 14 അധ്യായങ്ങളാണുള്ളത്, 14 ചാപ്റ്റേഴ്സ്. അപ്പോൾ അതിൻ്റെ പകുതി ഭാഗവും നാം പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഇന്ന് നാം തുടങ്ങുവാൻ പോകുന്നത് 8-ാമത്തെ അധ്യായമാണ്, ചാപ്റ്റർ 8 ഓഫ് സെക്കറിയ. അപ്പോൾ നാം ഈ 7 അധ്യായത്തിൽ അനേക കാര്യങ്ങൾ ചിന്തിച്ചു. അതിലേക്കൊന്നും നാം വീണ്ടും പോകുവാൻ ആഗ്രഹിക്കുന്നില്ല. എന്തായാലും 7-ാം അധ്യായം വരെ നാം കാണുന്നത് ദൈവം പറയുന്നത്, നിങ്ങൾ എന്നിലേക്ക് മടങ്ങി വരണം, നിങ്ങൾ മാനസാന്തരപ്പെടണം, അനേക കാര്യങ്ങൾ നിങ്ങൾ നന്നാക്കണം. ആ വിഷയങ്ങൾ ദർശനത്തിലൂടെയും 8 ദർശനങ്ങൾ നാം ചിന്തിച്ചു. അതിലൂടെയൊക്കെ കർത്താവ് ദൈവാത്മാവ് നമ്മോട് സംസാരിക്കുകയായിരുന്നു. 8-ാം അധ്യായം പ്രത്യേകിച്ചും ഒരു പ്രത്യേക കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ദാറ്റ് ഈസ് ഗോഡ് ഹു റെസ്റ്റോർസ് സയൻ ഫ്രം കേഴ്സ് ടു ബ്ലെസ്സിങ്. അതാണ് ഇതിൻ്റെ ഒരു അടിസ്ഥാനപരമായ കാര്യം. സിയോനെ അല്ലെങ്കിൽ പുനഃസ്ഥാപിക്കുന്ന ഒരു ദൈവം. അപ്പോൾ ശാപത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് അനുഗ്രഹത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരവസ്ഥ, അതാണ് ഈ 8-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ ഇന്ന് നാം ആ അധ്യായം മുഴുവനായിട്ട് എടുക്കുകയില്ല. 8-ാം അധ്യായത്തിൽ 23 വാക്യങ്ങളാണ് ഉള്ളത്. നാം അതിൻ്റെ ആദ്യത്തെ 13 വാക്യങ്ങൾ മാത്രം ഇന്ന് പഠിക്കുവാൻ ശ്രമിക്കും. അതുകൊണ്ട് പ്രാരംഭമായിട്ട് നമുക്ക് ആദ്യം അതിൻ്റെ ഈ 13 വാക്യങ്ങൾ, ആദ്യത്തെ 13 വാക്യങ്ങൾ ഒന്ന് വായിക്കാം. ഓരോരുത്തർക്കായിട്ട് വായിച്ച് മുമ്പോട്ട് പോകും. അത് ഈ കാലത്തിൽ ഈ ജനത്തിന്റെ ശേഷിപ്പുള്ളവർക്ക് അതിശയമായി തോന്നുന്നുവെങ്കിൽ എനിക്കും അതിശയമായി തോന്നുമോ എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം ചെയ്യുന്നു, ഞാൻ എൻ്റെ ദേശത്തെ ഉദയദേശത്തു നിന്നും അസ്തമയദേശത്തു നിന്നും രക്ഷിക്കും. ഞാൻ അവരെ കൊണ്ടുവരും, അവരെ വിശുദ്ധങ്ങളിൽ പാർക്കും. സത്യത്തിലും നീതിയിലും അവർ എനിക്ക് ജനമായും ഞാൻ അവർക്ക് ദൈവമായും ഇരിക്കും. സൈന്യങ്ങളുടെ ആലയമായ മന്ദിരം പണിയേണ്ടതിന് അടിസ്ഥാനമെടുത്ത നാളിൽ ഉണ്ടായിരുന്ന പ്രവാചകന്മാരുടെ വായനയും ഈ വചനങ്ങളെ ഈ കാലത്ത് കേൾക്കുന്നവരെ ധൈര്യപ്പെടുത്തി. ഈ കാലത്ത് മനുഷ്യന് കൂലിയില്ല, മൃഗത്തിന് കൂലിയില്ല, പോക്കുവരത്ത് ചെയ്യുന്നതിന് വൈദ്യ നിമിത്തം സമാധാനവുമില്ല. ഞാൻ സകല മനുഷ്യരെയും തമ്മിൽ വിരോധമാക്കിയിരിക്കുന്നു. ഇപ്പോഴും ഞാൻ ഈ ജനത്തിന്റെ ശേഷിപ്പുള്ളവരോട് മുമ്പത്തെ കാലത്ത് എന്ന പോലെയല്ല യഹോവയുടെ അരുളപ്പാട്. സമാധാനത്തോടെ ആയിരിക്കും. ഭൂമി അനുഭവം നൽകും, ആകാശം മഞ്ഞു പെയ്യും. ഈ ജനത്തിന്റെ ശേഷിപ്പുള്ളവർക്ക് ഞാൻ ഇവയൊക്കെയും അവകാശമായി കൊടുക്കും. യഹൂദഗ്രഹവും ഇസ്രായേൽ ഗ്രഹവുമായുള്ളവരെ, നിങ്ങൾ ജാതികളുടെ ഇടയിൽ ശാപമായിരുന്നതുപോലെ ഞാൻ നിങ്ങളെ രക്ഷിച്ച് നിങ്ങൾ അനുഗ്രഹമായി തീരും. നിങ്ങൾ ഭയപ്പെടാതെ ധൈര്യമായിരിക്കും. ദൈവനാമത്തിന് മഹത്വം.
അപ്പം ഈ ആദ്യത്തെ 13 വാക്യങ്ങൾ മാത്രമായിരിക്കും നാം ഇന്ന് അല്പമായിട്ട് ചിന്തിക്കുവാൻ പോകുന്നത്. ഞാൻ പറഞ്ഞതുപോലെ ഈ ഒരു കൂട്ടം അല്ലെങ്കിൽ സക്കറിയാവിൻ്റെ ഈ പ്രവചനം വായിക്കുന്ന, കേൾക്കുന്ന, മനസ്സിലാക്കുന്ന ആൾക്കാരെന്ന് പറയുന്നത് ബാബിലോണിൻ്റെ അടിമത്വത്തിൽ നിന്ന്, ആ അവസ്ഥയിൽ നിന്ന് മടങ്ങി വന്നവരാണ്. അപ്പോൾ അവർക്ക് തീർച്ചയായിട്ടും ഒരു നിരാശ, ഒരു ശേഷിപ്പിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. റെമനന്റ് അവർ ഡിസ്കറേജ്ഡ് ആണ്, നിരാശയിലും പ്രയാസത്തിലും ഉള്ള ഒരു ജനമാണ്. അവരോട് നാം കഴിഞ്ഞ അധ്യായങ്ങളിൽ ചിന്തിച്ചതുപോലെ ദേവാലയം പണിയുക, അടിസ്ഥാനമുണ്ട്, അതിന് മുകളിൽ പണിയുക, ആ വിഷയങ്ങളാണ് സക്കറിയാവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതുവരെയുള്ള മാനസാന്തരപ്പെടണം, നിങ്ങൾ മടങ്ങി വരണം, ആ ഒരു ടോൺ മാറിയിട്ട് ഈ 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഒരു പ്രത്യാശയുടെ ഒരു സ്വരം, സാന്ത്വനത്തിൻ്റെ, ആശ്വാസത്തിൻ്റെ ഒരു സ്വരം, പുനഃസ്ഥാപനത്തിൻ്റെ ഒരു സ്വരം, എ വോയിസ് ഓഫ് ഹോപ്പ്, കംഫർട്ട് ആൻഡ് റെസ്റ്റോറേഷൻ. അതാണ് ഈ 8-ാം അധ്യായം നാം വായിച്ച വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതിൻ്റെ 2-ാം വാക്യം തന്നെ വളരെ ശ്രദ്ധേയമാണ്. ആ വിഷയങ്ങൾ അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: Thus says the Lord of hosts, I am exceedingly jealous for Zion. Yes, with great wrath I am jealous for her. അതാണ് അതിൻ്റെ ഒരു കീ വേഴ്സ് ആയിട്ട് ഇരിക്കുന്നത്. നാം ആ വാക്യപ്രതിവാക്യമായിട്ട് എടുത്ത് അതിൻ്റെ ഓരോ വാക്യങ്ങളും നാം ചിന്തിക്കുന്നതായിരിക്കും. 1ഉം 2ഉം വാക്യങ്ങൾ നാം ഇപ്പോൾ വായിച്ച വാക്യത്തിൽ നാം വായിക്കുന്ന യഹോവയുടെ അരുളപ്പാട് എങ്ങനെയാണ്, സൈന്യങ്ങളുടെ യഹോവ പറയുന്നത് ഈ വിഷയങ്ങളാണ്. അവിടെ ജലസിയെക്കുറിച്ച് നാം വായിക്കുന്നു. അവിടെ മലയാളത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഇങ്ങനെയാണ്: എരിവോടെ ഞാൻ മഹാതീഷ്ണതയോടെ സിയോന് വേണ്ടി എരിയുന്നു. അവിടാണ് പറയുന്നത്. ഐ ആം എക്സീഡിംഗ്ലി ജെലസ് ഫോർ സയൻ, യെസ് വിത്ത് ഗ്രേറ്റ് റാത്ത് ഐ ആം ജെലസ് ഫോർ ഹർ. അപ്പോൾ ദൈവത്തിൻ്റെ ജലസി, കർത്താവിൻ്റെ എരിവ് ഈ സിയോന് വേണ്ടിയുള്ള അല്ലെങ്കിൽ ഈ ജനത്തിന് വേണ്ടിയുള്ള എരിവിനെ കുറിച്ച് നാം വായിക്കുന്നു. അതാണ് ഇതിൻ്റെ ഒരു മെയിൻ പ്രമേയം. അപ്പോൾ ദൈവത്തിൻ്റെ, സൈന്യങ്ങളുടെ യഹോവ ഇവരെക്കുറിച്ച് എത്രമാത്രം കരുതുന്നു, ആ വിഷയമാണ് ഇവിടെ കാണുന്നത്. നേച്ചർ ഓഫ് ഗോഡ്സ് ജലസി. കർത്താവിന് ഒരു എരിവുണ്ട്, അല്ലെങ്കിൽ നാം സാധാരണ ഈ ജലസിയുടെ ഒരു കൊലോക്യൽ ലാംഗ്വേജിൽ പറഞ്ഞാൽ അസൂയപ്പെടുക എന്നുള്ളതാണ്. എന്നാൽ ഇവിടെ ദൈവം തീഷ്ണതയോടെ എരിയുന്നു എന്ന് പറഞ്ഞാൽ ആ ജനത്തെക്കുറിച്ച് കർത്താവിന് വളരെ പൊസസീവ്നെസ് ഉണ്ട്, വ്യക്തിപരമായിട്ട് അവരോട് അത്രമാത്രം അടുപ്പമുണ്ട്. അതിനെ സൂചിപ്പിക്കുന്ന വിഷയമാണ് ഈ ശേഷിപ്പിനെ കുറിച്ച്, ഈ സിയോനെ കുറിച്ച്. അതാണ് കർത്താവ് ഇവിടെ പറയുന്നത്. അപ്പോൾ അതാണ് ഇസ്രായേൽ ജനത്തോടുള്ള ബന്ധത്തിൽ സൈന്യങ്ങളുടെ യഹോവ പറയുന്നു, നിങ്ങളെക്കുറിച്ച് എനിക്ക് എരിവുണ്ട്, ഐ ആം ജെലസ്. നിങ്ങളെക്കുറിച്ച് എനിക്ക് വളരെ എരിവോടെ, മഹാക്രോധത്തോടെ ഞാൻ എരിയുന്നു. കാരണം നിങ്ങൾ എനിക്കുള്ളവരാണ്, യു ആർ മൈൻ. നിങ്ങൾ എൻ്റെ അവകാശത്തിൽ, എൻ്റെ സ്വന്ത ജനമാണ്. ആ ഒരു പൊസസീവ്നെസ്, തൻ്റെ സ്വന്തത്തിനെ എങ്ങനെയാണ് എരിവോടെ കാണുന്നത്, ആ ഒരു ജലസിയാണ് നാം, ആ സ്നേഹത്തിലുള്ള എരിവിനെയാണ് നാം ഇവിടെ കാണുന്നത്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. 2 കൊരിന്ത്യർ 11-ാം അധ്യായം 2-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. 2 കൊരിന്ത്യർ 11-ാം അധ്യായം 2-ാം വാക്യം. അവിടെ പൗലോസ് ഇത്തരത്തിലുള്ള ഒരു എരിവിനെ കുറിച്ച് പറയുന്നു. എനിക്ക് എരിവുണ്ട്, അത് ആത്മീകമായിട്ടുള്ള ഒരു എരിവാണ്, ജലസിയാണ്. അവിടെ വിശ്വാസികളോട്, കൊരിന്തിലുള്ള പ്രിയപ്പെട്ടവരോട് താൻ പറയുകയാണ്. അത്തരത്തിലുള്ള ഒരു എരിവിനെ കുറിച്ചാണ് ഇവിടെ ദൈവാത്മാവ് പറയുന്നത്. 11-ാം അധ്യായം 2-ാം വാക്യം. ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. ഓക്കെ. അപ്പോൾ സഭയോടുള്ള ബന്ധത്തിൽ അവിടുത്തെ വിശ്വാസികളോട് ഈ പൗലോസ് പറയുന്നത്, ദൈവത്തിന്റെ ഒരു എരിവുണ്ട്, അത് നിങ്ങളെക്കുറിച്ച് എനിക്കുണ്ട്. ക്രിസ്തു എൻ്റെ ഒരു കന്യകയായിട്ട്, നിർമ്മലമായിട്ടുള്ള, വിശുദ്ധിയോടെയുള്ള, യാതൊരു കേടും കൂടാതെ നിങ്ങളാവണം. ആ ഒരു ആഗ്രഹം ആർക്കുണ്ട്? പൗലോസിന് സഭയെക്കുറിച്ച് കൊരിന്തിൽ എഴുതുമ്പോൾ അവരോട് സംസാരിക്കുകയാണ്. അതേ രീതിയിൽ ആണ് ഇസ്രായേൽ അല്ലെങ്കിൽ സിയോനെ കുറിച്ച് കർത്താവ് പറയുന്നത്. നിങ്ങൾ ബാബിലോണിൽ നിന്ന് കടന്നു വന്നു, നിങ്ങൾ ഈ നിങ്ങളുടെ ഇതിനെ, ആലയത്തെ പുതുക്കി പണിയുന്നു, നല്ല കാര്യം. എന്നാൽ നിങ്ങളുടെ കുറിച്ച് എനിക്ക് എരിവുണ്ട്. നിങ്ങൾ മിക്സ് ആവാൻ പാടില്ല, നിങ്ങൾ എനിക്ക് വേണ്ടിയുള്ളതാണ്. ആ ഒരു കാര്യമാണ് കർത്താവ് പറയുന്നത്. പ്യോർ ആൻഡ് ഡിവോട്ടഡ്, ക്രിസ്തുവിന് വേണ്ടിയുള്ളതാണ്. ക്രിസ്തുവിന് വേണ്ടി ഇപ്പം സഭയുമായിട്ട് ചിന്തിക്കുമ്പോൾ, നാമുമായിട്ട് ചിന്തിക്കുമ്പോൾ സഭയെക്കുറിച്ച് കർത്താവിൻ്റെ ആഗ്രഹം, എരിവ് ഇതാണ്.
നാം യാതൊരു കേടും കൂടാതെ ക്രിസ്തുവിന് വേണ്ടി നമ്മെ കാത്ത് സൂക്ഷിച്ച് വെക്കണം. യാതൊരു മലിനതയും നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ വ്യക്തി ജീവിതത്തിലോ കുടുംബത്തിലോ സഭയിലോ കടന്നു വരുവാൻ പാടില്ല. അതാണ് നമ്മെ ആത്മീകമായിട്ട് ഇത് പ്രബോധിപ്പിക്കുന്ന വിഷയം. ഗോഡ്സ് ഡിസയർ ഈസ് ഫോർ പ്യൂരിറ്റി ഇൻ ദ ചർച്ച്. സഭയുമായിട്ട് നാം ചിന്തിക്കുമ്പോൾ, സഭാബന്ധത്തെ ചിന്തിക്കുമ്പോൾ, നമ്മുടെ സഭയിൽ പൂർണ്ണമായിട്ടുള്ളൊരു വിശുദ്ധി കർത്താവ് ആഗ്രഹിക്കുന്നു. ഗോഡ് ഡിസയേഴ്സ് ദിസ് പ്യൂരിറ്റി ഇൻ ദ ചർച്ച്. അതിന് യാതൊരു സംശയവുമില്ല. അവര് ബാബിലോണിലായിരുന്നു. ബാബിലോൺ കാണിക്കുന്നത് നാം നേരത്തെ ചിന്തിച്ചതാണ്, ലോകപരമായിട്ടുള്ള സിസ്റ്റമാണ്. അവർ പണ്ട് ബാബിലോണിലായിരുന്നു, അടിമത്വത്തിലായിരുന്നു. ഇന്ന് അവിടെ നിന്ന് പുറത്തു വന്നവരാണ് ഈ ശേഷിപ്പ് ഉള്ളവർ. പിന്നെയും അതിലേക്ക് മടങ്ങി പോകുവാനുള്ള യാതൊരു നിർവാഹവുമില്ല. മറ്റൊരു വാക്യം നിങ്ങൾക്ക് എഴുതി വെക്കാം, പിന്നീട് വായിക്കാവുന്നതാണ്. നാം അവിടെ സോങ് ഓഫ് സോളമൻസ്, മലയാളത്തിൽ എങ്ങനെയാണ് അതിനെ പറയുന്നത്? ഉത്തമഗീതം 8-ാം അധ്യായം 6-ാം വാക്യത്തിൽ നാം ഈ എരിവിനെ കുറിച്ച് പറയുന്നു. ജലസി ഈസ് ആസ് ക്രൂവൽ ആസ് ദ ഗ്രേവ്. ഒരു കബറിടം പോലെ അത്രമാത്രം ക്രൂരമാണ് ഈ എരിവ്. കാരണം അതിന് യാതൊരു നിർവാഹവുമില്ല. നിങ്ങൾ തെറ്റിലേക്ക് പോകുവാൻ പാടില്ല. കർത്താവിന് നമ്മെക്കുറിച്ച് എരിവുണ്ടെന്ന് പറയുമ്പോൾ, സിയനെ കുറിച്ച് എരിവുണ്ടെന്ന് പറയുമ്പോൾ, സൈന്യങ്ങളുടെ യഹോവയായി പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തെറ്റിലേക്ക് പോകുവാൻ, ശുദ്ധമല്ലാത്തതിലേക്ക് പോകുവാൻ, അശുദ്ധിയിലേക്ക് പോകുവാൻ, തിന്മയിലേക്ക് പോകുവാൻ, ബാബിലോണിലേക്ക് മടങ്ങിപ്പോകുവാൻ യാതൊരു നിർവാഹവുമില്ല. പൂർണ്ണ വിശുദ്ധിയാണ് സഭയിൽ ദൈവാത്മാവും കർത്താവും നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മളുള്ള ചോദ്യം ഇതാണ്, ഡു വി ഷെയർ ഗോഡ്സ് ജെലസി ഫോർ ഹോളിനെസ്? പൗലോസ് പറഞ്ഞു, എനിക്ക് നിങ്ങളെക്കുറിച്ച് എരിവുണ്ട്, ക്രിസ്തുവിൻ്റെ വരവിങ്കൽ നിങ്ങൾക്ക് നിർമ്മല കന്യകയായിട്ട് നിങ്ങളെ ഏൽപ്പിക്കണം. അതാണ് എരിവ്. അപ്പോൾ ഓരോ വിശ്വാസിക്കും ഈ ഒരു എരിവ് വേണം. കർത്താവിന് നമ്മെക്കുറിച്ചുള്ള എരിവ് അത്ര നിർമ്മലമായിട്ട് നമ്മെ സൂക്ഷിക്കുവാൻ, കാത്തു പരിപാലിക്കുവാൻ, നമ്മെ തന്നെ നാം പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. കീപ് ദ ചർച്ച് പ്യുവർ ആൻഡ് അൺഡിവൈഡഡ് ഫോർ ക്രൈസ്റ്റ്. ക്രിസ്തു മടങ്ങി വരുവാൻ പോകുന്നു. 2ാം വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. അതുകൊണ്ട് സഭ എങ്ങനെ ഇരിക്കണം? നിർമ്മലമായിട്ടുള്ള വിശുദ്ധി പാലിച്ച്, യാതൊരു കലങ്കവും കൂടാതെ, ഊനമില്ലാത്ത വളരെ വിശുദ്ധിയോടെ നിൽക്കുന്ന ഒരവസ്ഥയാണ് നാം ഈ 1ഉം 2ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. 3-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. 3-ാം വാക്യം. ഞാൻ അപ്പോൾ ദൈവം മടങ്ങി വന്ന് അവിടെ വസിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതിൻ്റെ പേരുകൾ ശ്രദ്ധിക്കുക. അവിടെ പറയുന്നത് യെരുശലേമിന് സത്യനഗരമെന്നും, സൈന്യങ്ങളുടെ യഹോവയുടെ പർവ്വതത്തിന് വിശുദ്ധ പർവ്വതമെന്നും പേര് പറയും. ദിസ് ഇസ് ദ നെയിം ഓഫ് ജെറുസലേം. എന്താണ് പേര്? സിറ്റി ഓഫ് ട്രൂത്ത് ആൻഡ് ഹോളി മൗണ്ടൻ. അതാണ് ഇതിൻ്റെ ഒരു കാര്യം. ദൈവത്തിൻ്റെ സാന്നിധ്യം വരണമെങ്കിൽ ഈ 2 കാര്യങ്ങൾ വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യം. സിറ്റി ഓഫ് ട്രൂത്ത്, നമുക്കറിയാം, സത്യത്തിൻ്റെ ഒരു നഗരം, സത്യം സംസാരിക്കുന്ന, സത്യം നിലനിൽക്കുന്ന ഒരു നഗരം. സത്യത്തിൻ്റെ ഓപ്പോസിറ്റ് എന്താണെന്ന് നമുക്കറിയാം, ഭോഷ്ക്, കള്ളം. അപ്പോൾ ലയ ഉള്ളിടത്ത്, കള്ളത്തരമുള്ളിടത്ത്, ഭോഷ്ക് ഉള്ളിടത്ത്, സത്യമില്ലാത്തടത്ത് ദൈവത്തിന് വസിക്കുവാൻ സാധ്യമല്ല. അത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കും. അപ്പോൾ യെരുശലേം, കർത്താവ് പറയുന്ന ഈ സിയോൻ, യെരുശലേമിൽ യാതൊരു അത്തരത്തിലുള്ള സത്യമില്ലായ്മ, അസത്യത്തിന്, ഭോഷ്കിന് യാതൊരു സ്ഥാനവുമില്ല. അതിൻ്റെ പേര് സിറ്റി ഓഫ് ട്രൂത്ത്, സത്യത്തിൻ്റെ നഗരമാണ് അതിനെ ഞാൻ വിളിക്കുന്നത്. മാത്രമല്ല ഹോളി മൗണ്ടൻ, അത് വിശുദ്ധ പർവ്വതമായിട്ടാണ് കർത്താവ് കാണുന്നത്. അവിടെ അതിന് വലിയ പർവ്വതമെന്നല്ല പറയുന്നത്. ബാബിലോണിനെ നാം കാണുമ്പോൾ വലിയൊരു നഗരമായിരുന്നു, ലോകപരമായിട്ട് വലിയ രാജ്യമായിരുന്നു. അതിനെ വലിയ പർവ്വതമായിട്ട് നമുക്ക് വിളിക്കുവാൻ സാധിക്കും. എന്നാൽ യെരുശലേമിലേക്ക് വരുമ്പോൾ സാമ്പത്തികമായിട്ട് അവർക്ക് ആ സമയത്ത് യാതൊരു ഭദ്രതയുമില്ല. അവരുടെ നാളെക്കുറിച്ച് അവർക്ക് അറിഞ്ഞുകൂടാ. അവർ വളരെ പേടിച്ചിരിക്കുന്നു. എന്നാൽ അവിടെ ഒരു വിശുദ്ധിയുണ്ട്, അവിടെ ഒരു സത്യമുണ്ട്. ഇറ്റ് ഈസ് എ ട്രൂ സിറ്റി ആൻഡ് ഇറ്റ് ഈസ് എ ഹോളി മൗണ്ടൻ. അതാണ് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. സഭയെക്കുറിച്ചും കർത്താവ് അതാണ് ആഗ്രഹിക്കുന്നത്. അന്ന് ഇസ്രായേൽ ജനത്തിലുള്ള ബന്ധത്തിൽ നാം കാണുമ്പോൾ അവർ ബാബിലോണുമായിട്ട് ഒന്ന് തുലനം ചെയ്യുമ്പോൾ ലോകപരമായിട്ട് ഒന്നുമില്ല.
ലോകപരമായിട്ട് അവർ 0 ആണ്. എന്നാൽ കർത്താവിന് വേണ്ടിയത് സത്യത്തിൻ്റെ നഗരവും കർത്താവിന് വേണ്ടിയത് ഈ വിശുദ്ധമായിട്ടുള്ള പർവ്വതവുമാണ്. വെളിപ്പാട് പുസ്തകം 21 അധ്യായം 11 വാക്യം നമുക്കൊന്ന് വായിക്കാം. വെളിപ്പാട് 21 അധ്യായത്തിൻ്റെ 11 വാക്യം. അവിടെ നാം ഈ വിശുദ്ധിയുടെ ഒരു പദം അവിടെ വായിക്കുന്നുണ്ട്. എത്രത്തിലുള്ള നഗരമാണ് നാം അവിടെ വായിക്കുന്നത്? വരുവാൻ പോകുന്ന നഗരം. ആ ആ ആ ആ ആ ഓക്കെ. ആ അത് കഴിഞ്ഞ് 20 വിലയേറിയ രത്നത്തിന്. അപ്പൊ ക്രിസ്റ്റൽ ക്ലിയർ ആണെന്നാണ് നാം ഇംഗ്ലീഷിൽ വായിക്കുന്നത്. എ സിറ്റി വിച്ച് ഇസ് ക്രിസ്റ്റൽ ക്ലിയർ. ദൈവം വസിക്കുവാൻ, ദൈവം ഇറങ്ങി വരുന്ന, ദൈവത്തിന്റെ സാന്നിധ്യമുള്ള ഒരു നഗരം ക്രിസ്റ്റൽ ക്ലിയർ ആണ്. നമുക്കറിയാം ഈ ക്രിസ്റ്റലിനെ കുറിച്ച് നാം കാണുമ്പോൾ അത് ട്രാൻസ്പെറന്റ് ആണ്. അത് മുന്നിലും പിന്നിലും നമുക്ക് കാണുവാൻ സാധിക്കും. യാതൊരു തടസ്സവും അതിനില്ല. അത് ഫ്രോസ്റ്റഡ് അല്ല. നമുക്കറിയാം ഒരു ഗ്ലാസ് ഉണ്ടെങ്കിൽ പലതരത്തിലുള്ള വിൻഡോസ് നമുക്ക് കാണുവാൻ സാധിക്കും. അകത്തും പുറത്തും കാണുവാൻ സാധിക്കും. യാതൊരു മലിനതയും ഇല്ല, യാതൊരു തടസ്സവുമില്ല. ഫ്രോസ്റ്റഡ് അല്ല. അത്തരത്തിലുള്ള ഒരു നഗരം, ഒരു സഭ, ഒരു ദൈവിക കാഴ്ചപ്പാട്, ആത്മീക അവസ്ഥയാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ആത്മീകമായിട്ടുള്ള സ്പിരിച്വൽ പ്രിൻസിപ്പൽ ഇതാണ്. സത്യവും വിശുദ്ധിയുമാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. സഭയിൽ എത്ര പേരുണ്ട് എന്നുള്ളതല്ല, എത്ര പേരാണെങ്കിലും ആ പേര് എങ്ങനെ ആയിരിക്കണം? സത്യം പ്രവർത്തിക്കുന്നവര്, ഭോഷ്കില്ലാത്തവര്, വിശുദ്ധി പാലിക്കുന്നവര് ആയിരിക്കണം. സഭയിലെ അംഗസംഖ്യയിലല്ല കർത്താവിൻ്റെ ആ ഒരു ആഗ്രഹം അല്ലെങ്കിൽ വിശുദ്ധി കർത്താവ് ആഗ്രഹിക്കുന്നത്. അവിടെ പറയുന്നത് നിങ്ങൾ വിശുദ്ധ പർവ്വതമാവണം, നിങ്ങൾ സത്യത്തിന്റെ നഗരമാകണം. നിങ്ങളുടെ അംഗസംഖ്യ കുറവാണെങ്കിലും, നിങ്ങൾ ബാബിലോൺ അല്ല യെരുശലേം ആണെങ്കിലും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു സ്വഭാവമാണ് വേണ്ടിയത്. വിശുദ്ധിയുടെ സ്വഭാവമാണ് വേണ്ടിയത്. ട്രാൻസ്പെറൻറ്റ്, സിൻസിയർ ആൻഡ് ഹോളി ബിഫോർ ഗോഡ്. ദൈവസന്നിധിയിൽ കർത്താവ് വിശുദ്ധനായതുകൊണ്ട് വിശുദ്ധി പാലിക്കുന്ന ഒരു സഭ, ഒരു ആത്മീക കൂട്ടം, ഒരു ജനം ആണ് കർത്താവ് ആഗ്രഹിക്കുന്നത് അന്നും ഇന്നും. അതാണ് ഈ 3 വാക്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഇനി 4-5 വാക്യങ്ങളൊന്ന് വായിക്കുക. 4-5 വാക്യങ്ങൾ. ദൈവനാമത്തിന്റെ മഹത്വം. എത്ര മനോഹരമായിട്ടുള്ള ചിത്രമാണ് നാം ഈ 4-5 വാക്യങ്ങളിൽ യെരുശലേമിനെ കുറിച്ച് വായിക്കുന്നത്. കർത്താവിന്റെ ആത്മാവ് പറയുകയാണ്, യെരുശലേമില് ഇത്തരത്തിലുള്ള അനുഭവമായിരിക്കും. യാതൊരു ഭയവുമില്ല. പ്രായമുള്ളവരുണ്ട്, പ്രായം കുറഞ്ഞവരുണ്ട്, കുട്ടികളുണ്ട്, സ്ത്രീകളുണ്ട്, മുതിർന്നവരുണ്ട്. ഇവരെല്ലാം ഒന്നിച്ച് പാർക്കുന്ന സന്തോഷകരമായിട്ടുള്ള ഒരു സ്വർഗീയ അനുഭവം യെരുശലേം. അതാണ് അന്ന് ഇസ്രായേൽ ജനത്തോട് പറയുന്നത്. നിങ്ങളുടെ എല്ലാവരും, കുട്ടികളും സ്ത്രീകളും മുതിർന്നവരും ഒന്നിച്ച് സ്നേഹത്തോടെ പാർക്കുന്ന, ഭയമില്ലാത്ത, സമാധാനമുള്ള ഒരവസ്ഥ. നാം ഒരു കാര്യം മനസ്സിലാക്കണം. ഈ സമാധാനം എവിടെയുണ്ടോ, സമാധാനം എവിടെയൊക്കെ ദൈവവചനത്തിലുണ്ടോ അവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ കാണിക്കുന്ന വിഷയമാണ്. സമാധാനമില്ലാത്ത അവസ്ഥ ദൈവ സാന്നിധ്യം ഇല്ലാത്ത അവസ്ഥയാണ്. അപ്പോൾ മുതിർന്നവരും പ്രായം കുറഞ്ഞവരും ഒന്നിച്ച് അവർ സ്നേഹത്തിൽ കാണുന്നു. നമ്മുടെ സഭയിലേക്ക് നാം തിരിഞ്ഞു വന്നാൽ, ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് വന്നാൽ, അതാണ് ദൈവാത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. സഭ എന്ന് പറയുന്നത് കുറച്ച് മുതിർന്നവർക്ക് വേണ്ടി മാത്രമുള്ള സഭയല്ല. സഭ എന്ന് പറയുന്നത് കുറച്ച് കുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ള സഭയല്ല. സഭ എന്ന് പറയുന്നത് ഒരു ചെറുപ്പക്കാർക്ക് വേണ്ടി മാത്രം കൂടി വരുവാനുള്ള ഒരു സ്ഥലമല്ല. ദൈവികമായിട്ടുള്ള യെരുശലേം അല്ലെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ സഭ എന്ന് പറയുന്നത് ഈ കുട്ടികളും പ്രായം കുറഞ്ഞവരും മുതിർന്നവരും സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും ഒന്നിച്ച് ഐക്യതയില് സ്നേഹത്തില് വസിക്കുന്ന ഒരു സ്ഥലമാണ് ഈ ദൈവിക സഭ എന്ന് പറയുന്നത്. അതാണ് യെരുശലേമിൻ്റെ ഒരു ചിത്രം. അതാണ് ഈ ഹെൽത്തി ആയിട്ടുള്ള, ആരോഗ്യപരമായിട്ടുള്ള ഒരു സഭയുടെ ചിത്രീകരണം. അവിടെ 5-ാമത്തെ വാക്യം വായിച്ചപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. അവിടെ നഗരത്തിൻ്റെ വീഥികളിൽ അവിടെ ആൺകുട്ടികളും പെൺകുട്ടികളും പ്രാർത്ഥിക്കുവാന്നാണ് പറഞ്ഞേക്കുന്നത്. അവിടെ എന്താ പറഞ്ഞേക്കുന്നത്? അവര് അതിൻ്റെ വീഥികളിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ ഈ ദൈവാത്മാവ് ഒരു വളരെ ഓവർ സ്പിരിച്വലായിട്ടുള്ള ആത്മീയതയുടെ ഏറ്റവും ഉന്നത തലത്തിൽ നിൽക്കുന്ന ഒരു കൂട്ടം മാത്രമായിട്ടല്ല ഇവിടെ സഭയെ ചിത്രീകരിക്കുന്നത്. എന്താ പറയുന്നത്? കുട്ടികൾ അവിടെ ഉണ്ട്, അവർ ആ നഗരത്തിൽ ഓടിക്കളിക്കുകയാണ്. ദേ ആർ നോട്ട് പ്രേയിങ്, ദേ ആർ പ്ലേയിങ്. അവർ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സഭ എന്ന് പറയുന്നത് ഓരോ പ്രായത്തിലുള്ളവരും അവർ ചെയ്യുന്ന കാര്യങ്ങൾ അവർ ചെയ്തുകൊണ്ട് സമാധാനത്തിലും ഐക്യതയിലും സന്തോഷത്തിലും വസിക്കുന്ന ഒരു നല്ല ഇടമാണ് ഈ ദൈവസഭ എന്ന് പറയുന്നത്. ഈ കാലഘട്ടത്തിൽ അന്ന് യെരുശലേം അങ്ങനെയായിരുന്നു, ഇന്ന് ദൈവസഭ ഇങ്ങനെയാണ്. ഇതാണ് ദൈവം ഒരു സ്വർഗത്തിന്റെ അനുഭവം എന്ന് പറഞ്ഞത് ആഗ്രഹിക്കുന്ന വിഷയം. മൂപ്പന്മാർ മാത്രമല്ല, കുട്ടികളെയും സ്നേഹിക്കുന്ന, വാല്യൂ ചെയ്യുന്ന, അവർക്കും ഒരു സ്ഥാനം കൊടുക്കുന്ന ഒരു സഭ. ഒരു കൂട്ടം ആൾക്കാർക്ക് മാത്രമല്ല, എല്ലാ കൂട്ടരെയും, എല്ലാ പ്രായത്തിലുള്ളവരെയും, എല്ലാ സാഹചര്യത്തിലുള്ളവരെയും ഒന്നിച്ച് ഐക്യതയോടെ നടത്തിക്കൊണ്ട് പോകുന്ന ഒരു ജനം. അതാണ് ഈ 5-ാം വാക്യത്തിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇനി അതിന്റെ 6-ാം വാക്യം നമുക്ക് വായിക്കാം. വേഴ്സ് 6, 6-ാം വാക്യം. ഇവിടെ ഒരു ചോദ്യമാണ്. അപ്പൊ നിങ്ങൾക്ക് ചില കാര്യങ്ങളൊക്കെ അതിശയമായിട്ട് തോന്നുമായിരിക്കും. പക്ഷെ നിങ്ങൾ എന്താ ചിന്തിക്കുന്നത്? എനിക്കും ഇതൊക്കെ അതിശയമാണോ? ഇസ് ഇറ്റ് വെരി ഡിഫിക്കൽട്ട് ഫോർ മീ? എനിക്ക് ഇതൊക്കെ ചെയ്തു തീർക്കുവാൻ അതിശയമാണോ? നിങ്ങൾ എന്താണ് പറയുക? ഒരിക്കലുമല്ല. സൈന്യങ്ങളുടെ യഹോവ പറയുന്നത്, നിങ്ങൾക്ക് ചിലപ്പോൾ ഇതൊക്കെ അതിശയമായിരിക്കും. ഇതൊക്കെ എങ്ങനെ സാധിക്കും? ഇങ്ങനെ ഐക്യതയോടെ സന്തോഷത്തോടെ ഈ കാലഘട്ടത്തിൽ, അന്നത്തെ കാലഘട്ടത്തിൽ അവരും ഇന്ന് നാമും ചിന്തിക്കുമ്പോൾ എങ്ങനെ ഇത്ര സ്നേഹത്തിലും ഇത്ര കാര്യങ്ങളിലും നിങ്ങൾക്ക് കഴിയുവാൻ സാധിക്കും? എങ്ങനെ ഒരു സത്യത്തിന്റെ നഗരമായിട്ട് വിളിക്കുവാൻ സാധിക്കും? എങ്ങനെ ഒരു വിശുദ്ധ പർവ്വതമായിട്ട് മാറുവാൻ സാധിക്കും? ഇത്ര നശിച്ച ലോകത്ത്, ഇത്ര തിന്മ ഭവിക്കുന്ന ലോകത്ത്, ഇത്രയും അപകടങ്ങളുള്ള, ആത്മീകമായിട്ട് ഉള്ള ശുശ്രൂഷകൾക്ക് യാതൊരു അനുകൂല സാഹചര്യങ്ങളും ഇല്ലാത്ത അവസ്ഥയിൽ ഇങ്ങനൊക്കെ സംഭവിക്കുമെന്ന് പറയുന്നത് നിങ്ങൾ എന്തിന്റെ അടിസ്ഥാനം? നിങ്ങൾക്ക് അതിശയമായിരിക്കും. എന്നാൽ സൈന്യങ്ങളുടെ യഹോവയ്ക്ക് അത് അതിശയമാണോ? ഒരിക്കലുമല്ല. എനിത്തിങ് ഈസ് പോസിബിൾ ഫോർ ഹിം, ഗോഡ് ഓഫ് ദി ഇംപോസിബിൾ. അസാധ്യത്തിനെ സാധ്യമാക്കി തീർക്കുന്ന ഒരു ദൈവമാണ് നമുക്ക് ഉള്ളത്. ഇത്തരത്തിലുള്ള നഗരം ഉണ്ടാകുമോ നമുക്ക് സംശയമുണ്ടാകാം. ഇങ്ങനെ ഒരു സഭ ഉണ്ടാകുമോ? നാം ചിന്തിക്കും, യാതൊരു പ്രശ്നവുമില്ലാതെ ഒരു സന്തോഷത്തോടെ എല്ലാവരെയും ഐക്യതയോടെ കൊണ്ടുപോകുന്ന ഒരു സഭ ചിത്രീകരിക്കുവാൻ നമുക്ക് സാധിക്കുമോ? ദൈവത്തിന് അത് സാധിക്കും. അങ്ങനെ തീർക്കുവാൻ കർത്താവിന് സാധിക്കും. ദൈവത്തിന് അതൊരു ബുദ്ധിമുട്ടുള്ള വിഷയമല്ല. ഉൽപ്പത്തി പുസ്തകം നമുക്ക് പിന്നീട് വായിക്കാവുന്നതാണ്. 18-ാം അധ്യായം 14-ാം വാക്യത്തിൽ നാം ഇങ്ങനെ ഒരു വാക്യം വായിക്കുന്നു, നത്തിങ് ഈസ് ടു ഹാർഡ് ഫോർ മീ. ദൈവത്തിന് കഴിയാത്തത്, പ്രയാസമായിട്ടുള്ളത് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ആ വാക്യം അങ്ങനെയാണ് പോകുന്നത്. ആ ഒരു അർത്ഥത്തിൽ നാം ചിന്തിക്കുമ്പോൾ ദൈവത്തിന് ഇങ്ങനെ ഒരു സഭയെ, ഇങ്ങനെ ഒരു ജനത്തെ ഉണ്ടാക്കുവാൻ യാതൊരു പ്രയാസവുമില്ല. എത്രത്തിലുള്ള ജനമാണ്? സിറ്റി ഓഫ് ട്രൂത്ത്, സത്യത്തിന്റെ നഗരം, ഹോളി മൗണ്ടൻ, ഈ വിശുദ്ധിയുള്ള ഒരു പർവ്വതം. ഈ ദൈവസഭയെക്കുറിച്ചാണ് കർത്താവ് ഉദ്ദേശിക്കുന്നത്. പീസ്ഫുൾ ആൻഡ് യുണൈറ്റഡ്, സമാധാനവും ഐക്യതയുമുള്ള ദൈവത്തിന് അത് സാധ്യമാക്കുവാൻ സാധിക്കും. യാതൊരു സംശയം അതിനില്ല. നമ്മുടെ ആപ്ലിക്കേഷൻ, നമുക്കെന്താണ് ചെയ്യുവാൻ കഴിയുന്നത്? ദൈവത്തെ നാം സംശയിക്കുവാൻ പാടില്ല. വി ഷുഡ് നോട്ട് ഡൗട്ട് ഗോഡ്. പലപ്പോഴും നാം ചില സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ, പ്രത്യേകിച്ചും ദൈവസഭയിലോ മറ്റേതെങ്കിലും വിഷയത്തിലോ കുടുംബത്തിലോ നമ്മുടെ വ്യക്തി ജീവിതത്തിലോ നമുക്ക് ദൈവത്തെ സംശയമുണ്ട്. എങ്ങനെ ഒരു നഗരമുണ്ടാകും? എങ്ങനെ വിശുദ്ധി പാലിക്കും? എങ്ങനെ സത്യം സംസാരിക്കും? എങ്ങനെ അതൊക്കെ നടപ്പിലാകും? എന്നാൽ ദൈവാത്മാവ് ഇന്ന് നമ്മെ പ്രബോധിപ്പിക്കുന്ന വിഷയം ഇതാണ്, ദിസ് ക്യാൻ ബി ഡൺ ത്രൂ ഗോഡ്. ദൈവത്തിന് അത് ചെയ്യുവാൻ സാധിക്കും. എല്ലാം നശിച്ചു പോകുന്ന അവസ്ഥയിൽ, നിങ്ങൾ ബാബിലോണിലെ അവസ്ഥയിലായിരുന്നു, അതിൽ നിന്ന് മടങ്ങി വന്ന് നിങ്ങളെ പണിയുവാൻ, സഭയെ പണിയുവാൻ, ആലയത്തെ പണിയുവാൻ കർത്താവിന് സാധിക്കും എന്നുള്ളത് വീണ്ടും ഉറപ്പിക്കുന്ന വിഷയമാണ്. അതുകൊണ്ട് നിങ്ങൾ സംശയിക്കേണ്ട. ഈസ് ഇറ്റ് ടു ഡിഫിക്കൽട്ട് ഇൻ മൈ സൈറ്റ്? എൻ്റെ ദൃഷ്ടിയിൽ അത് ആശ്ചര്യകരമാണോ? എനിക്കത് അസാധ്യമാണോ? ഒരിക്കലുമല്ല. സൈന്യങ്ങളുടെ യഹോവ പറയുകയാണ്, എനിക്കത് ചെയ്യുവാൻ സാധിക്കും. 6-ാം വാക്യം അതാണ് നമ്മെ പഠിപ്പിക്കുന്ന വിഷയം. 7ഉം 8ഉം വാക്യങ്ങൾ നമുക്ക് വായിക്കാം. വേഴ്സസ് 7 and 8.
ദൈവനാമത്തിന് മഹത്വം. 6, 7, 8 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ ലിറ്ററലി ഇസ്രായേലിനോട് ഉള്ള ബന്ധത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അവരെ ഏതൊക്കെ സ്ഥലങ്ങളിൽ നിന്ന് കർത്താവ് ഒന്നിച്ചു കൊണ്ടുവന്ന് ഒരു രാജ്യമാക്കി തീർത്തു. 1917, 48, 67 ഈ വർഷങ്ങളിലൊക്കെ സംഭവിച്ച സംഭവങ്ങൾ നാം ഒന്ന് അയവിറക്കി നോക്കിയാൽ ഇസ്രായേൽ എന്ന ജനത്തെ കർത്താവ് ഒന്നിച്ചു കൊണ്ടുവന്ന ഹിസ്റ്റോറിക്കലി നാം ചരിത്രപരമായി നോക്കിയാൽ കർത്താവ് അവരെ അക്ഷരികമായിട്ട് ഒന്നിച്ചു കൊണ്ടുവന്ന വസ്തുതയാണ്. പല സ്ഥലങ്ങൾ, ഈസ്റ്റ് ആൻഡ് വെസ്റ്റ്, പല ദിക്കിൽ നിന്ന് അവരെ ഒന്നിച്ച് ഒരു രാജ്യമാക്കി, ഇസ്രായേൽ എന്ന രാജ്യമാക്കി ഇന്ന് തീർത്തിരിക്കുകയാണ്. അതാണ് ലിറ്ററലി റിട്ടേൺ ഓഫ് ഇസ്രായേൽ ടു ദ ലാൻഡ്. അവരുടെ സ്വന്തം ഭൂമിയിലേക്ക്, സ്വന്തം സ്ഥലത്തിലേക്ക് പല സ്ഥലത്തിൽ നിന്ന് അവരെ ഒന്നിച്ച് കൂട്ടിക്കൊണ്ട് വന്നു. ചരിത്രമാണ്, അത് സംഭവിച്ച വിഷയമാണ്. നമുക്കത് സ്ഥിരീകരിക്കുവാൻ സാധിക്കും. ആത്മീകമായിട്ട്, സ്പിരിച്വലി എന്താണ് നമ്മെ അത് പഠിപ്പിക്കുന്നത്? അത് ഇങ്ങനെയാണ് പറയുന്നത്. ഈ വിശ്വാസികളെല്ലാം, യഹൂദന്മാരും ജാതികളും എല്ലാം ഒന്നിച്ച് ഒരു ശരീരമായിട്ട്, ഒരു സഭയായിട്ട് തീരുന്ന ഒരവസ്ഥ, ഒന്നിച്ച് ക്രിസ്തുവിൽ ഒന്നാവുന്ന ഒരവസ്ഥയാണ് ആത്മീകമായിട്ട് ഇത് സൂചിപ്പിക്കുന്നത്. ഇസ്രായേൽ ജനം ലോകത്തിന്റെ പല സ്ഥാനത്ത്, പല ഇടങ്ങളിലായിട്ട് അവരായിരുന്നു. അവരെല്ലാം കർത്താവ് ഒന്നിച്ച് ഒരു രാജ്യമായി തീർത്തതുപോലെ ഇന്ന് ദൈവത്തിൽ വിശ്വസിക്കുന്നവർ, അത് യഹൂദനായാലും അന്യജാതികളായാലും ജാതികളായാലും, അവരൊന്നിച്ച് ഒന്നാക്കുവാൻ കർത്താവിന് കഴിയും. അതൊരു വെറും എന്തെങ്കിലും ഒരു റിച്വലായിട്ട് നാം ഇന്നും ചെയ്തു പോകുന്ന വിഷയമല്ല, വളരെ ആത്മാർത്ഥതയോടെ സംഭവിക്കുന്ന വിഷയമാണ്. കർത്താവ് നമ്മുടെ ഹൃദയത്തിന്റെ സത്യവും ആത്മാർത്ഥതയും ആണ് ആഗ്രഹിക്കുന്നത്. ഗോഡ് ഡിസയേഴ്സ് ട്രൂത്ത് ആൻഡ് റൈച്ചസ്നെസ്. ആ വാക്യത്തിൽ നാം വായിച്ചല്ലോ, ഐ വിൽ ബി ദ ഗോഡ് ഇൻ ട്രൂത്ത് ആൻഡ് റൈച്ചസ്നെസ്. ഞാൻ സത്യത്തിലും നീതിയിലും അവരുടെ ദൈവമായിരിക്കുന്നു. ഈ 2 കാര്യങ്ങൾ കർത്താവിന് വളരെ അത്യാവശ്യമായിട്ട് വേണ്ടിയ കാര്യമാണ്. ദൈവസഭയിൽ ദൈവവിശ്വാസികളെല്ലാം ഇത് പാലിക്കേണ്ട വിഷയമാണ്. 1, ഹൃദയത്തിൽ സത്യമുണ്ടാകണം. 2, നീതിയോടെ ജീവിക്കണം. മറ്റാരെങ്കിലും കാണിക്കുവാൻ വേണ്ടി, മറ്റേതെങ്കിലും പ്രത്യേക സ്ഥലത്തിൽ പോകുമ്പോൾ മാത്രം, ചില മീറ്റിംഗ്സിൽ വരുമ്പോൾ മാത്രം, അല്ലെങ്കിൽ ചില ശുശ്രൂഷകൾ ചെയ്യുമ്പോൾ മാത്രമുള്ള സത്യസന്ധതയല്ല ദൈവം ഇവിടെ ആഗ്രഹിക്കുന്നത്. ആത്മാർത്ഥമായിട്ട് ഹൃദയം കൊണ്ട് സത്യം പറയുകയും ചെയ്യുകയും ചെയ്യുന്ന ഒരവസ്ഥ, നീതിയോടെ ജീവിക്കുന്ന അവസ്ഥ, ശരിയും നേരും നെറിയുമൊക്കെ മനസ്സിലാക്കി ജീവിക്കുന്ന ഒരവസ്ഥ. പുറമേ ഉള്ള ഒരു കപടമായിട്ടുള്ള ഭക്തിയല്ല, അകമേയുള്ള മനുഷ്യന്റെ സത്യസന്ധതയാണ് ദൈവാത്മാവ് നമ്മെ ആഗ്രഹിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഗോഡ്സ് പ്രോമിസ് ഓഫ് റെസ്റ്റോറേഷൻ, ദൈവം പുനഃസ്ഥാപിക്കും, ദൈവം നമ്മളെ മടക്കി കൊണ്ടുവരും, ദൈവം നമ്മെ ഒന്നിച്ചാക്കും ഒരു സഭയായിട്ട്. പിന്നെ ജാതികളെന്നോ യഹൂദന്മാരെന്നോ ഇല്ല, കർത്താവായ യേശു ക്രിസ്തുവിൽ എല്ലാവരും ഒന്നായിട്ട് ഒരു ശരീരമായി തീരുന്ന ഒരു ദിനം. അതാണ് നാം പ്രത്യാശിച്ച് സ്വപ്നം കാണുന്ന ഒരു ദിനം. ആ ഒരു ആത്മീക അവസ്ഥയിലേക്ക് ഉയരുവാൻ, നിലനിൽക്കുവാനാണ് കർത്താവ് നമ്മെക്കുറിച്ചും ആഗ്രഹിക്കുന്നത്. അന്ന് ലിറ്ററലി, അക്ഷരികമായിട്ട് ഇസ്രായേലിനെ ഒന്നിച്ചു കൊണ്ടുവന്ന ദൈവം ഇന്ന് ആത്മീകമായിട്ട് നമ്മെ ഒന്നിച്ചു നിർത്തുവാൻ, ഐക്യതയോടെ ആകുവാൻ, ദൈവത്തിൽ വിശ്വസിക്കുവാൻ, മുമ്പോട്ട് പോകുവാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. 9, 10 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ഈ കാലത്തിന് മുമ്പേ മനുഷ്യന് കൂലിയില്ല, മൃഗത്തിന് കൂലിയില്ല, പോക്കുവരവിന് ചെയ്യുന്നവന് വൈരി നിരത്തും സമാധാനവുമില്ല. ഞാൻ സകല മനുഷ്യരെയും തമ്മിൽ വിരോധമാക്കിയിരിക്കുന്നു. അപ്പോൾ ഈ 9, 10 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് ഒരു പ്രത്യേക അവസ്ഥ മനസ്സിലാക്കും. 10-ാം വാക്യത്തിൽ ഈ കാലത്തിന് മുൻപേ ഉള്ള കാലത്തിന്റെ ഒരു വിശേഷതയാണ് പറയുന്നത്. മനുഷ്യന് കൂലിയില്ല, മൃഗത്തിനും കൂലിയില്ല, നോ വേജ്. അപ്പൊ അവിടെ ഒരു ദരിദ്രാവസ്ഥയെക്കുറിച്ചാണ് നാം മനസ്സിലാക്കുന്നത്. ഒന്നും ചെയ്യുവാൻ ഒരു സാധനവും അവരുടെ കൈവശമില്ല, അവർ റിസോഴ്സസ് ഇല്ല, യാതൊരു സാധ്യതയും പ്രത്യാശയും അവർക്കില്ല. ആ അവസ്ഥ കാണിക്കുന്നത് ദൈവത്തിന്റെ സാന്നിധ്യമില്ലാത്ത അവസ്ഥയാണ്. ദാരിദ്ര്യം കാണിക്കുന്നത്, യാതൊരു കൈവശവും ഒരു സാധനവും ഇല്ലാത്തത്, പണിയുവാൻ വേണ്ടി, മുമ്പോട്ട് പോകുവാൻ വേണ്ടി, അത് ദൈവത്തിന്റെ സാന്നിധ്യമില്ലായ്മയാണ് കാണിക്കുന്നത്. ആബ്സെൻസ് ഓഫ് ഗോഡ്, ദൈവമില്ലായ്മയാണ് അത് കാണിക്കുന്നത്. അതാണ് നിങ്ങളുടെ പൂർവസ്ഥിതി. മുൻപേ നിങ്ങൾ അങ്ങനെയായിരുന്നു, എന്നാൽ ഇപ്പോൾ
അതിനൊരു വ്യത്യാസമുണ്ട്. ദർ ഇസ് എ ഡിഫറൻസ്. ഇപ്പോൾ നിങ്ങൾ ഈ ആലയം പണിയുവാൻ തുടങ്ങിക്കഴിഞ്ഞു. എൻകറേജ്മെന്റ് ടു ദ ബിൽഡേഴ്സ്, അത് പണിയുന്നവർക്ക് ഒരു പ്രോത്സാഹനമാണ് കർത്താവ് നൽകുന്നത്. അവിടെ ഇനിയിപ്പോൾ സമാധാനവും ഇനി ആ കുറവിൻ്റെ അവസ്ഥ മാറി നിങ്ങൾക്ക് സമൃദ്ധിയും ആ രീതിയിൽ ഉണ്ടാകും എന്നാണ് നാം മനസ്സിലാക്കുന്നത്. അതാണ് നാം അവിടെ വായിക്കുന്നത്. കർത്താവ് പറയുന്നത് നിങ്ങൾക്ക് ആ ടെമ്പിൾ ബിൽഡ് ചെയ്യുവാനുള്ള, ആ ആലയം പണിയുവാനുള്ള സാമഗ്രികൾ എല്ലാം കർത്താവ് നൽകി, കർത്താവ് തന്നെ അതിൻ്റെ സാന്നിധ്യം നൽകി മുമ്പോട്ട് കൊണ്ടുപോകും. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആത്മീകമായിട്ട് നമുക്ക് എന്താണ് ചിന്തിക്കുവാൻ സാധിക്കും? താങ്ക് ഗോഡ് ഫോർ പീസ് ഇൻ യുവർ ഫെലോഷിപ്പ്. ഇന്ന് സഭയായിട്ട് നമുക്ക് സമാധാനം അനുഭവിക്കുവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ദൈവം നമ്മുടെ മധ്യമുണ്ട്. അത് ദൈവത്തിൻ്റെ ദാനമാണ്. രണ്ടാമത് കർത്താവിൻ്റെ ആത്മാവ് നമ്മെ ബലപ്പെടുത്തുന്നത്, ലെറ്റ് യുവർ ഹാൻഡ്സ് ബി സ്ട്രോങ്. നിങ്ങൾ ബലപ്പെട്ട് ഇരിക്കുക. നിങ്ങൾക്ക് ഇപ്പോൾ കൂലി ലഭിക്കും, നിങ്ങൾക്ക് സാമഗ്രികൾ ലഭിക്കും, നിങ്ങൾക്ക് പണിയുവാൻ സാധിക്കും. അതാണ് കർത്താവ് എൻകറേജ്മെൻ്റ് ആയിട്ട്, പ്രോത്സാഹനമായിട്ട് ഈ ആലയം പണിയുന്നവർക്ക് കർത്താവ് കൊടുക്കുന്നത്. പൂർവ്വകാലത്ത് നിങ്ങൾക്ക് കൂലിയില്ലായിരുന്നു, മൃഗത്തിനും കൂലിയില്ലായിരുന്നു. എന്നാൽ ഇന്ന് നിങ്ങൾ പണി ചെയ്യുമ്പോൾ അതിൻ്റെ കൂലി ലഭിക്കും. ഇന്ന് നിങ്ങൾക്ക് ആ ഒരു കാലത്തിന് ഒരു വ്യത്യാസം ലഭിക്കും. ഞാൻ സകല മനുഷ്യരെയും തമ്മിൽ വിരോധമാക്കിയിരുന്നു. ഞാൻ ആ സമയത്ത് അങ്ങനെ നിങ്ങളെ ആക്കിയിരുന്നു. എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളെ നേരെ വിപരീതമായിട്ട് നിങ്ങൾക്ക് കൂലി ലഭിക്കത്തക്ക രീതിയിൽ, നിങ്ങൾക്ക് ആലയം പണിയത്തക്ക രീതിയിൽ എൻ്റെ സാന്നിധ്യം നിങ്ങളുടെ മധ്യത്തിലുണ്ട്. പണ്ട് നിങ്ങൾ അടിമത്തത്തിലായിരുന്നു, ഞാൻ തന്നെ അത് അനുവദിച്ചു. ഇന്ന് നിങ്ങളെ മടക്കി കൊണ്ടുവന്നത് ഞാനാണ്, നിങ്ങളെ പുനഃസ്ഥാപിച്ചത് ഞാനാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ആലയത്തെ പണിയുവാൻ കഴിയും, സമാധാനം അനുഭവിക്കുവാൻ കഴിയും. അപ്പോൾ നമുക്ക് പഠിക്കുവാനുള്ള പാഠം ഇതാണ്. ഇന്ന് നമ്മുടെ സഭയിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ വ്യക്തിജീവിതത്തിലൊക്കെയും സമാധാനം നാം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് ഓർക്കുക, ദൈവത്തിൻ്റെ ദാനമാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ മധ്യത്തിലുണ്ട്. അതിൽ വിശ്വസിച്ച് നന്ദിയോടെ ദൈവത്തിൻ്റെ ആലയം പണിയുവാൻ, നമ്മളെ തന്നെ പണിയുവാൻ നമുക്കറിയാം. ഓരോ വ്യക്തി ജീവിതങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണ്, ഓരോ കുടുംബങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണ്, നാം ദൈവത്തിൻ്റെ സഭ ദൈവത്തിൻ്റെ ആലയമാണ്. അതിനെ പണിയുവാൻ നാം കടപ്പെട്ടിരിക്കുന്നു. ആ രീതിയിൽ മുമ്പോട്ട് പോകുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അതിൻ്റെ 11, 12, 13 വാക്യങ്ങളോട് വായിക്കാം. ദൈവനാമത്തിന് മഹത്വം. ഇവിടെ നാം വായിക്കുന്നത്, നാം നേരത്തെ ചിന്തിച്ചതുപോലെ ആമുഖമായിട്ട് ഞാൻ പറഞ്ഞു, ശാപത്തിന്റെ അവസ്ഥ മാറി അനുഗ്രഹത്തിന്റെ അവസ്ഥയിലേക്ക് കൊണ്ടുവരുന്ന ഒരു ജനം. യെരൂശലേമിന്റെ ശാപത്തിന്റെ അവസ്ഥ മാറി പൂർണ്ണ അനുഗ്രഹത്തിന്റെ അവസ്ഥയിലേക്ക് അവരെ കർത്താവ് മടക്കിക്കൊണ്ടുവരും എന്നാണ് പറയുന്നത്. ഈ ശേഷിപ്പിനെ കർത്താവ് പൂർവ്വകാലത്തെ പോലെയല്ല, അവർക്ക് സമാധാനമുണ്ടാകും, അവർക്ക് ഫലപുഷ്ടി ഉണ്ടാകും, അവര് വർദ്ധിച്ചു വരും, നന്മകൾ അവർക്കുണ്ടാകും, അവകാശങ്ങൾ അവർക്ക് ലഭിക്കും, അനുഗ്രഹങ്ങൾ അവർക്ക് ലഭിക്കും. ഭയപ്പെടേണ്ട ആവശ്യം ഇനി അവർക്ക് ഇല്ല. ഇസ്രായേലിനോട് ബന്ധത്തിൽ വളരെ വ്യക്തമായിട്ട് കർത്താവ് പറയുകയാണ്, രൂപാന്തരപ്പെടുത്തുവാൻ കഴിയുന്ന ഒരു ദൈവം. ദൈവത്തിന് അവരുടെ അവസ്ഥ പൂർണ്ണമായിട്ട് കർത്താവ് മാറ്റുവാൻ ശക്തനായിട്ടുള്ള ഒരു ദൈവം. അന്ന് പല സ്ഥലങ്ങളിൽ, പല രാജ്യങ്ങളിൽ എന്തെന്നറിയാതെ, രാജ്യം പോലും ഇല്ലാതെ, സ്ഥലമില്ലാതെ ഇരുന്ന ഒരു ജനത്തെ കർത്താവ് ഒന്നിച്ച് കൊണ്ടുവന്ന് യൂദയും ഇസ്രായേലിനെയൊക്കെയും ഒന്നിച്ച് ഐക്യതയോടെ ആക്കിയ ഒരു ദൈവമാണ് ഇവിടെ സംസാരിക്കുന്നത്. ഇന്ന് നാം സഭയുമായിട്ട് ബന്ധിച്ച് ചിന്തിക്കുമ്പോൾ കർത്താവ് നമ്മോടുള്ള ബന്ധത്തിലും നമ്മോടും പറയുന്നത്, നിങ്ങളുടെ അവസ്ഥയ്ക്കും ഇങ്ങനത്തെ ഒരു മാറ്റമാണ് കർത്താവ് കൊണ്ടുവന്നിരിക്കുന്നത്. നിങ്ങളുടെ ആ പഴയ അവസ്ഥയ്ക്ക് പൂർണ്ണമായിട്ടുള്ള മാറ്റം ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾ എവിടെ യാതൊരു അവകാശവും ഇല്ലാതെ തിന്മയിലേക്ക്, അടിമത്തത്തിൽ ജീവിച്ചിരുന്ന ആ അവസ്ഥയിൽ നിന്ന് പൂർണ്ണമായിട്ട് നിങ്ങളെ ആത്മീക അവസ്ഥയിലേക്ക്, സ്വർഗത്തിന്റെ അവകാശികളായിട്ട് നിങ്ങളെ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇറ്റ് ഈസ് എ ബ്ലെസ്സിങ് ഇൻ യുവർ ലൈഫ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വലിയ അനുഗ്രഹങ്ങൾ, ഐ വിൽ കോസ് ദ റെമിനന്റ് ഓഫ് ദിസ് പീപ്പിൾ ടു ഇൻഹെറിറ്റ് ഓൾ തിങ്സ്, അനേക അവകാശങ്ങൾ അവർക്ക് കർത്താവ് കൊടുക്കുകയാണ് എന്ന് 12-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. 13-ാം വാക്യത്തിൽ വായിക്കുന്നു, നിങ്ങളൊരു ശാപമായിരുന്നു, ഇന്ന്
നിങ്ങളൊരു അനുഗ്രഹമായിട്ട് തീർന്നിരിക്കുന്നു. നാം നമ്മുടെയൊക്കെ അവസ്ഥയിലേക്ക് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ നാം ഒക്കെയും ശപിക്കപ്പെട്ട അവസ്ഥയിൽ നിന്ന് കർത്താവ് അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയിലെത്തി ഇൻ ടു ബ്ലെസ്സിങ് കർത്താവ് നമ്മെ കൊണ്ടുവന്നിരിക്കുകയാണ്. നാം ഇന്ന് അടിമത്തത്തിലല്ല, നാം പൂർണ്ണ സ്വാതന്ത്ര്യം പ്രാപിച്ചവരായിട്ട് ആ സിയോന്റെ അവസ്ഥയിലേക്ക്, ട്രൂ പ്രോസ്പെറിറ്റി, അവിടെ സാമ്പത്തികമായിട്ടുള്ള വർധനയെക്കുറിച്ചല്ല പറയുന്നത്, ആത്മീകമായിട്ട് സ്പിരിച്വലി വർധനവർ പ്രാപിച്ചവരായിട്ട്, വിശുദ്ധിയിൽ ജീവിക്കുന്നവരായിട്ട്, ആ അവസ്ഥയിൽ ഐക്യതയിലും സമാധാനത്തിലും ജീവിക്കുന്നവരായിട്ട് കർത്താവ് നമ്മെ ആക്കി തീർത്തിരിക്കുകയാണ്. അവസാനത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, ഡു നോട്ട് ഫിയർ, ലെറ്റ് യുവർ ഹാൻഡ്സ് ബി സ്ട്രോങ്. അവര് ആലയത്തെ പണിയുവാൻ പോവുകയാണ്. അപ്പോൾ അവരുടെ കരങ്ങൾ, അവരുടെ മനസ്സ്, അവരുടെ ധൈര്യം ഉറപ്പോടെ ആയിരിക്കണം. നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ അധൈര്യപ്പെടേണ്ട ആവശ്യമില്ല, നിങ്ങൾ ഭയപ്പെടാതെ ധൈര്യമായിരിക്കുവിൻ. കാരണം എന്താണ്? ഞാൻ നിങ്ങളുടെ അവസ്ഥയ്ക്ക് ഒരു മാറ്റം കൊണ്ടുവന്നിരിക്കുന്നു. ഐ ആം ബ്ലെസ്സിങ് യു, ലോർഡ് ഓഫ് ഹോസ്റ്റ്, സൈന്യങ്ങളുടെ യഹോവ പറയുന്നു, ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കാൻ പോവുകയാണ്. അതാണ് ഇന്ന് സഭയോടും നമ്മോട് ഓരോരുത്തരോടും കർത്താവ് പറയുവാൻ ആഗ്രഹിക്കും. നാം എണ്ണത്തിൽ കുറവായിരിക്കാം, നമ്മുടെ ബലത്തിൽ നമുക്ക് കുറവായിരിക്കാം, നമുക്ക് പ്രതികൂലങ്ങൾ അനവധിയായിരിക്കാം, നമുക്ക് പല രീതിയിലുള്ള പ്രയാസങ്ങൾ നമുക്കുണ്ടാകാം സഭയ്ക്കകത്തും പുറത്തും. എന്നാൽ ദൈവാത്മാവ് ഇന്ന് നമ്മെ പ്രബോധിപ്പിക്കുന്നത്, ഇന്ന് നമുക്ക് തരാൻ പോകുന്ന ഒരു വാക്യം ഇതാണ്, ഡു നോട്ട് ഫിയർ, ലെറ്റ് യുവർ ഹാൻഡ്സ് ബി സ്ട്രോങ്. മലയാളത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്, നിങ്ങൾ ഭയപ്പെടാതെ ധൈര്യമായിരിക്കും. ധൈര്യം നഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ചുറ്റുമുള്ള സാഹചര്യം കണ്ട് നിങ്ങൾക്ക് ധൈര്യമില്ലാത്തവരായിട്ട്, പ്രത്യാശയില്ലാത്തവരായിട്ട് തീരേണ്ട ആവശ്യമില്ല. ഒന്നാമത്തെയും രണ്ടാമത്തെ വാക്യം നാം മറന്നു പോകുവാൻ പാടില്ല. കർത്താവിന്, സൈന്യങ്ങളുടെ യഹോവയ്ക്കാണ് നമ്മോടുള്ള എരിവ് ഉള്ളത്. വളരെ തീഷ്ണതയോടുള്ള ഒരു എരിവാണ്, ദൈവികമായിട്ടുള്ള എരിവാണ്, സ്നേഹമാണ് സഭയെക്കുറിച്ച് സൈന്യങ്ങളുടെ യഹോവയ്ക്ക്. അതുകൊണ്ട് ദൈവത്തിൻ്റെ അനുഗ്രഹം ആ രീതിയിലാണ്. മറ്റാർക്കും നമ്മെ തൊടുവാൻ സാധ്യമല്ല. ഇസ്രായേൽ ജനത്തെ ആ രീതിയിൽ മറ്റാർക്കും തൊടുവാൻ സാധ്യമല്ലാത്തതുപോലെ ദൈവത്തിൻ്റെ സഭയും മറ്റാർക്കും ദൈവം അനുവദിക്കാതെ തൊടുവാൻ സാധ്യമല്ല. ഡു നോട്ട് ഫിയർ, നിങ്ങൾ ധൈര്യപ്പെട്ടിടുക, ഭയപ്പെടേണ്ട എന്നുള്ള ഒരു വിഷയമാണ് നാം അവസാനമായിട്ട് പ്രബോധനമായിട്ട് 13-ാം വാക്യത്തിൽ വായിക്കുന്നത്. ഡു നോട്ട് ഫിയർ, ലെറ്റ് യുവർ ഹാൻഡ്സ് ബി സ്ട്രോങ്. എന്തിനാണ് കരങ്ങൾക്ക് ശക്തി വേണ്ടിയത്? എന്തിനാണ് നിങ്ങൾ ധൈര്യപ്പെട്ടിരിക്കേണ്ടത്? നിങ്ങൾക്കൊരു ദൗത്യമുണ്ട്. നമുക്കറിയാം, സെക്കറിയാവിൻ്റെ പ്രവചനം മുഴുവനായിട്ട് ആലയം നിങ്ങൾ പണിയണം. നിങ്ങൾ വെറുതെ ഇരിക്കുവാൻ വേണ്ടിയല്ല, നിങ്ങൾ ധൈര്യത്തോടെ ഈ ദേവാലയം പണിയണം. നിങ്ങളുടെ വ്യക്തി ജീവിതങ്ങളായിക്കോട്ടെ, നിങ്ങളുടെ കുടുംബങ്ങളായിക്കോട്ടെ, നിങ്ങളുടെ സഭയായിക്കോട്ടെ, നിങ്ങൾ ദേവാലയത്തെ നിങ്ങൾ വ്യക്തമായിട്ട് പണിയുവാൻ വേണ്ടി ധൈര്യത്തോടെ നിങ്ങളുടെ കരങ്ങൾ, നിങ്ങളുടെ റിസോഴ്സസ് നിങ്ങൾ ഉപയോഗിക്കണം എന്നാണ് ദൈവാത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. 13 വാക്യങ്ങളിൽ 7-8 കാര്യങ്ങളാണ് നാം ചിന്തിച്ചത്. 1-2 വാക്യങ്ങളിൽ നാം കണ്ടു ഗോഡ്സ് ജെലസ് ലവ്, കർത്താവിൻ്റെ എരിവുള്ള തീഷ്ണതയുള്ള ആ ഒരു സ്നേഹം നാം 1-2 വാക്യങ്ങളിൽ കണ്ടു. ഇസ്രായേലിനുള്ള ബന്ധത്തിൽ യെരൂശലേമിൻ്റെ ആ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. സഭയോടും കർത്താവ് പറയുന്നത്, നിങ്ങൾ ആ രീതിയിൽ നിഷ്കളങ്കമായിട്ട്, നിർമ്മലതയായിട്ട്, ഊനമില്ലാത്ത, കേടുപാടില്ലാതെ നിങ്ങളെ തന്നെ സൂക്ഷിക്കുവാൻ നിങ്ങൾ കടപ്പെട്ടവരാണ്. നമുക്കറിയാം, ഒരു കല്യാണം ആലോചനകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിഷയങ്ങളിലേക്ക് പോകുമ്പോൾ ഒരു മകനുണ്ടെന്ന് വിചാരിക്കുക. താൻ ഒരു പിതാവ് എന്താണ് ആഗ്രഹിക്കുന്നത്, തനിക്ക് ലഭിക്കുവാൻ പോകുന്ന ആ മകള് ഏറ്റവും വിശുദ്ധിയോടെ, ഏറ്റവും ഊനമില്ലാതെ, കേടില്ലാതെ ഉള്ള നിർമ്മലതായിട്ടുള്ള കന്യകയാണ് ആ കുടുംബം ആഗ്രഹിക്കുക. ആ രീതിയിൽ നമ്മുടെ ദൈവവും അതുതന്നെയാണ് എരിവോടെ ആഗ്രഹിക്കുന്നത്. നമുക്ക് കുറ്റങ്ങളുണ്ടെങ്കിൽ, കേടുപാടുകളുണ്ടെങ്കിൽ കർത്താവ് അത് സഹിക്കുവാൻ സാധ്യമല്ല. വിശുദ്ധിയില്ലാത്ത അവസ്ഥയുണ്ടെങ്കിൽ കർത്താവിന് സഹിക്കുവാൻ സാധ്യമല്ല. നമ്മൾ നമ്മെ തന്നെ സൂക്ഷിക്കുവാൻ കടപ്പെട്ടവരാണ്. 3-ാം വാക്യം നാം ചിന്തിച്ചു, സിറ്റി ഓഫ് ട്രൂത്ത്, ഹോളി മൗണ്ടൻ, സത്യത്തിൻ്റെ നഗരവും വിശുദ്ധമായിട്ടുള്ള പർവ്വതവും. അത് സൂചിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ വിശുദ്ധിയും ട്രാൻസ്പെറൻസിയുമാണ്. യാതൊരു മറയും കൂടാതെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഒരു ജീവിതം സഭയ്ക്ക് ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. യാതൊരു മറവും കൂടാതെ വളരെ തുറന്ന പുസ്തകം പോലെ, ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് പോലെ, അകത്തും പുറത്തും പൂർണ്ണമായിട്ട് കാണത്തക്ക രീതിയിലുള്ള ഒരു ജീവിതങ്ങളായിരിക്കണം നമ്മുടെ ജീവിതം. 4-5 വാക്യങ്ങളിൽ നാം കണ്ടു, അനേക തലമുറകൾ ഒന്നിച്ച് പാർക്കുന്ന ഒരു സ്ഥലമാണ് യെരൂശലേം. പ്രായമുള്ളവരും പ്രായം കുറഞ്ഞവരും കുട്ടികളും സ്ത്രീകളും മുതിർന്നവരും എല്ലാം ഒന്നിച്ച് ഐക്യതയോടെ പാർക്കുന്ന ഒരു യെരൂശലേം. സഭയിലും
കർത്താവ് അത് തന്നെ ആഗ്രഹിക്കുന്നത്. ഒരു പ്രത്യേക കൂട്ടം ജനത്തിന് വേണ്ടിയല്ല സഭ കർത്താവ് വെച്ചിരിക്കുന്നത്. എല്ലാവരും, എല്ലാ പ്രായത്തിലുള്ളവരും, എല്ലാ അവസ്ഥകളുള്ളവരും ഒന്നിച്ച് അവരവർക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. കുട്ടികൾ ഉണ്ടെങ്കിൽ അവർ കളിക്കുകയായിരിക്കും, എന്നാൽ അത് അനാത്മികതയല്ല, ആത്മീയതയാണ്. ആ രീതിയിലുള്ള സ്നേഹവും ഐക്യതയുമാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. 6-ാം വാക്യം നാം കണ്ടു, അസാധ്യത്തെ സാധ്യമാക്കുവാൻ കഴിയുന്ന ഒരു ദൈവം. ദൈവത്തിന് ഒന്നും അസാധ്യമായിട്ടുള്ള, ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമല്ല. നാം ചിന്തിക്കാൻ കഴിയാത്ത വിഷയങ്ങൾ, സഭയൊക്കെ ഇങ്ങനെ ഉണ്ടാകുമോ, ഇങ്ങനത്തെ ഒരു അവസ്ഥ, ഇങ്ങനൊരു നഗരം നമുക്ക് സൃഷ്ടിക്കുവാൻ സാധിക്കുമോ എന്നുള്ളത് നമുക്ക് സംശയമുണ്ടാകാം. എങ്ങനെ നന്നാവും? ചില കാര്യങ്ങൾ പറയുമ്പോൾ അത് നേർവഴിയിലേക്ക് പോകുന്നില്ലല്ലോ, അനേക ഉപദേശങ്ങൾ കേട്ടിട്ടും നമ്മുടെ സഭ അങ്ങോട്ട് നേരെ പോകുന്നില്ലല്ലോ എന്ന ആശങ്ക നമുക്കുണ്ടാകാം. എന്നാൽ ദൈവാത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഗോഡ് ഓഫ് ദി ഇമ്പോസിബിൾ, അസാധ്യങ്ങളെ സാധ്യമാക്കി തീർക്കുവാൻ ദൈവാത്മാവിന്, സൈന്യങ്ങളുടെ യഹോവയ്ക്ക് കഴിയും. ആ ധൈര്യത്തിൽ നമുക്ക് മുമ്പോട്ട് പോകുവാൻ സാധിക്കും. 7-ഉം 8-ഉം വാക്യങ്ങളിൽ നാം കണ്ടത് ഒരു വാഗ്ദത്തമാണ്, പുനഃസ്ഥാപിക്കുവാനുള്ള വാഗ്ദത്തം. ദൈവം ഇസ്രായേൽ ജനത്തെ അനേക രാജ്യങ്ങളിൽ നിന്ന്, ലോകത്തിന്റെ പല ദിക്കിൽ നിന്ന് ഒന്നിച്ചു കൂട്ടി ലിറ്ററലി, അക്ഷരികമായിട്ട് ഒരു രാജ്യമാക്കി തീർത്തതുപോലെ ദൈവജനത്തെ കർത്താവായ യേശു ക്രിസ്തുവിൽ യഹൂദൻ അല്ലെങ്കിൽ ജാതികളെന്നില്ല, ഒന്നിച്ച് ഏകവിശ്വാസത്തിൽ പുനഃസ്ഥാപിക്കുവാൻ കർത്താവ് പോകുന്നു. ആ ഒരു സന്തോഷത്തിൽ, പ്രത്യാശയിലും നാം ആകുക. എങ്ങനെയാണ് അത് സാധ്യമാകുന്നത്? സത്യവും നീതിയും നാം പ്രവർത്തിക്കണം. നമ്മുടെ ഹൃദയംഗമായിട്ട് സത്യം ഉള്ളവരായിട്ട്, നീതി പ്രവർത്തിക്കുന്നവരായിട്ട് നാം തീരണം. 9-ഉം 10-ഉം വാക്യങ്ങളിൽ നാം അവിടെ വായിക്കുന്നു, ഇത് പണിയുന്നവർക്ക് ഒരു ബലം നൽകുന്ന വിഷയമാണ്. സമാധാനവും കാര്യങ്ങളും എല്ലാം വരും എപ്പോഴാണ്? നിങ്ങൾ അനുസരിക്കുമ്പോൾ, ദൈവത്തെ അനുസരിക്കുമ്പോൾ സമാധാനത്തോടെ, ധൈര്യത്തോടെ നിങ്ങൾക്ക് ആ ആലയം പണിയുവാൻ സാധിക്കും. അവസാനമായിട്ട് 11 തൊട്ട് 13 വാക്യങ്ങളിൽ നാം ആ ഒരു രൂപാന്തരം കണ്ടു. ശാപത്തിൽ നിന്ന് അനുഗ്രഹത്തിലേക്കുള്ള രൂപാന്തരം, ഫ്രം കേഴ്സ് ടു ബ്ലെസ്സിങ്. ആദ്യം ശാപത്തിൽ കിടന്ന ആ ഒരു ജനം, ആ ഇസ്രായേൽ ജനം, ഇന്ന് കർത്താവ് സമൃദ്ധിയിലേക്ക്, അനുഗ്രഹത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. വളരെ വലിയൊരു രൂപാന്തരമാണ് കർത്താവ് കൊണ്ടുവന്നിരിക്കുന്നത്. യൂണിറ്റി ആൻഡ് പ്രോസ്പെരിറ്റി, അങ്ങനെ ഉള്ള ഒരു ഐക്യതയിലും സമൃദ്ധിയിലും നാം ആയിരിക്കുമ്പോൾ അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയിലാണ് നാം ആയിരിക്കുന്നത്. കർത്താവ് നമ്മൾ അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇനിയും നാം കർത്താവിൻ്റെ 2-ാം വരവിൽ അത്രയുള്ള അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയിലാണ് ഒന്നാകുവാൻ നാം പോകുന്നത്. കർത്താവിൻ്റെ 2-ാം വരവിൽ ആ രീതിയിൽ കർത്താവിൻ്റെ കന്യകയെ കർത്താവ് എടുക്കുവാൻ വേണ്ടി കടന്നു വരുമ്പോൾ ആ ഒരു ഐക്യതയുടെ ഒരു പൂർണ്ണതയിലേക്കാണ് നാം പോകുവാൻ പോകുന്നത്. അതെത്ര അത്ഭുതകരമായിട്ടുള്ള നിമിഷങ്ങളായിരിക്കും. കർത്താവ് ഈ ലോകത്തിൽ ജീവിക്കുവാൻ നമുക്ക് തരുന്ന ധൈര്യമുള്ള വാക്കുകൾ ഇതാണ്: ഡു നോട്ട് ഫിയർ, ലെറ്റ് യുവർ ഹാൻഡ്സ് ബി സ്ട്രോങ്. നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങൾ ധൈര്യമായിരിക്കുവിൻ. നിങ്ങളുടെ കരങ്ങൾക്ക് ബലം നൽകട്ടെ, കിട്ടട്ടെ. നിങ്ങൾ ഇത് പണിഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങൾ ഈ സഭയെ പണിയുക, നിങ്ങൾ നന്നായിട്ട് പണിയുക, നിങ്ങൾ ആത്മീകമായിട്ട് വർധനവ് പ്രാപിക്കുക. അതാണ് ദൈവാത്മാവ് ഇവിടെ നമ്മെ പ്രബോധിപ്പിക്കുന്ന വിഷയം. ഫ്രം കേഴ്സ് ടു ബ്ലെസ്സിങ്. നമ്മുടെ ജീവിതം അങ്ങനെ തന്നെയായിരുന്നു. ഏറ്റവും ശപിക്കപ്പെട്ട അവസ്ഥയിൽ നിന്ന് നാം അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ഗോഡ് ഈസ് സ്റ്റിൽ ജെലസ് ഫോർ സയൻ. ഇതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള സത്യം ഈ ഒരു അധ്യായം നാം വായിക്കുമ്പോൾ, കർത്താവ്, സൈന്യങ്ങളുടെ യഹോവ നമ്മെക്കുറിച്ച് എരിവുള്ള സ്നേഹം കർത്താവിനുണ്ട്. എരിവെന്ന് പറയുമ്പോൾ അതത്ര സില്ലി ആയിട്ടുള്ള, സിമ്പിളായിട്ട് വിടാവുന്ന വാക്കല്ല. കർത്താവ് ജെലസ് എന്ന് പറയുമ്പോൾ അതിന് യാതൊരു വിട്ടുവീഴ്ചയ്ക്കും കർത്താവ് തയ്യാറല്ല. നമ്മൾ വളരെ വിശുദ്ധിയോടെ, വളരെ നീതിയോടെ, വളരെ ഐക്യതയോടെ, വളരെ തീഷ്ണതയോടെ കർത്താവിനെ പിൻപറ്റണം. കർത്താവിൻ്റെ സഭയായിട്ട് നിർമ്മല കന്യക പോലെ നമ്മെ തന്നെ സൂക്ഷിച്ച് കർത്താവിൻ്റെ വരവിങ്കൽ നാം തയ്യാറായിട്ട് ഇരിക്കണം. അതാണ് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു വിഷയം. 13 വാക്യങ്ങൾ മാത്രമാണ് നാം ചിന്തിച്ചത്. പുനഃസ്ഥാപിക്കുന്ന ഒരു ദൈവം. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഈ വാഗ്ദത്തങ്ങളൊക്കെയും നൽകിയിട്ടുണ്ട്. എന്നാൽ ഈ അധ്യായത്തിൽ നാം ഇന്ന് ഭവനങ്ങളിലേക്ക് പോകുമ്പോൾ, ഈ ആഴ്ചയിൽ അല്ലെങ്കിൽ അടുത്ത തവണ നാം കൂടുന്നത് വരെയും ഈ കാര്യങ്ങൾ മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുക. ദൈവത്തിന്, സൈന്യങ്ങളുടെ യഹോവയ്ക്ക് എന്നോടുള്ള ഒരു എരിവ്, സഭയോടുള്ള ഒരു സ്നേഹത്തിലുള്ള എരിവ്. ഗോഡ് ഈസ് ജെലസ്, ഗോഡ് ഈസ് തിങ്കിങ് ഓഫ് മീ. ദൈവം, സ്വർഗത്തിലെ ദൈവം എന്നെക്കുറിച്ച് ആലോചിക്കുന്നു, എന്നെക്കുറിച്ച് എരിവോടെ കർത്താവ് കാത്തിരിക്കുന്നു.
ചെറിയ കാര്യമല്ല. ഹി ഈസ് സോ വെരി ഫോക്കസ്ഡ് ഓൺ മീ. എന്നിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാണ് കർത്താവ് ആയിരിക്കുന്നത്. അതോടൊപ്പം എനിക്ക് ജീവിക്കാൻ വേണ്ടി കർത്താവ് പറയുന്നത്, നീ ഭയപ്പെടേണ്ട, ധൈര്യമായിട്ട് ഇരിക്കുക. ഡു നോട്ട് ഫിയർ. യുവർ വർക്ക്സ്, യുവർ ഹാൻഡ്സ് ക്യാൻ ബി സ്ട്രോങ് നൗ. നിങ്ങൾക്ക് ഇനി പ്രവർത്തിക്കുവാൻ സാധിക്കും, നിനക്ക് ധൈര്യമായിട്ട് ഇരിക്കുവാൻ സാധിക്കും. കാരണം അനുഗ്രഹിക്കുന്നത് ഞാനാണ്. കർത്താവ് അനുഗ്രഹിക്കുമ്പോൾ മറ്റാർക്കും പിന്നെ ശപിക്കുവാനോ അതിനെ തടുക്കുവാനോ സാധ്യമല്ല. നമ്മുടെ ഒരു ഉത്തരവാദിത്വം ഇത്ര മാത്രമാണ്: കർത്താവിൻ്റെ എരിവിനെ നാം മനസ്സിലാക്കുക, കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന വിഷയം മനസ്സിലാക്കുക. സഭയിൽ ഐക്യതയോടെ, സമാധാനത്തോടെ, എരിവോടെ വിശുദ്ധി പാലിക്കണം, ഹോളിനെസ്, നേര് പാലിക്കണം, സത്യം, ട്രൂത്ത് പാലിക്കണം. ആ കാര്യങ്ങളെല്ലാം പാലിച്ച് വളരെ ഭയത്തോടെ ദൈവസന്നിധിയിൽ ജീവിക്കുവാൻ, കർത്താവിൻ്റെ വരവിങ്കൽ നമ്മെ തന്നെ ഒരുക്കുവാൻ കർത്താവിൻ്റെ ആത്മാവ് നമ്മെ പ്രബോധിപ്പിക്കുന്നു. ആ ഒരു ഒരുക്കത്തോടെ നമുക്കായിരിക്കാം. വരും ദിവസങ്ങളിൽ ബാക്കി വാക്യങ്ങളും നമുക്ക് ഒന്നിച്ച് പഠിക്കാവുന്നതാണ്. ദൈവനാമം മഹത്വപ്പെടുന്നു.